ഓം ശാന്തി 19/2/2024 പ്രഭാതമുരളി. മധുരമായ കുട്ടികളെ, ഞാൻ സദാ വാണിക്ക് ഉപരിയാണ്. ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾ കുട്ടികളെയും ഉപരാമമാക്കി മാറ്റാനാണ്. ഇപ്പോൾ നിങ്ങൾ എല്ലാവരുടെയും വാനപ്രസ്ഥ അവസ്ഥയാണ്. ഇപ്പോൾ വാണിയിൽ നിന്ന് ഉപരി വീട്ടിലേക്ക് പോകണം. ചോദ്യം: നല്ല പുരുഷാർത്ഥികളായ വിദ്യാർത്ഥികൾ എന്ന് ആരെയാണ് പറയുക? അവരുടെ മുഖ്യ അടയാളങ്ങൾ എന്തെല്ലാമാണ്? ഉത്തരം: നല്ല പുരുഷാർത്ഥികളായ വിദ്യാർത്ഥികൾ സ്വയം തന്നോട് തന്നെ സംസാരിക്കാൻ അറിയുന്നവരാണ്. സൂക്ഷ്മമായ പഠനം നടത്തുന്നവരാണ്. പുരുഷാർത്ഥികളായ വിദ്യാർത്ഥികൾ സദാ തന്റെ പരിശോധന നടത്തും. അതായത് തന്റെ ഉള്ളിൽ ഒരു ആസുരീയ അവഗുണവും ഇല്ലല്ലോ. ദൈവിക ഗുണങ്ങൾ എത്രത്തോളം ധാരണ ചെയ്തു? അവർ തന്റെ രജിസ്റ്റർ വയ്ക്കും. സഹോദര ദൃഷ്ടി സദാ ഉണ്ടായിരുന്നോ? വികാരി ചിന്തകൾ ഉണ്ടായില്ലല്ലോ. ഓം ശാന്തി. ആത്മീയ കുട്ടികൾ, അതായത് ആരെല്ലാം വാണിക്ക് ഉപരി പോകുന്നതിന് അല്ലെങ്കിൽ വീട്ടിലേക്ക് പോകുന്നതിനുള്ള പുരുഷാർത്ഥം ചെയ്യുന്നുണ്ടോ അവരെ പ്രതി ശാന്തിധാമം എല്ലാ ആത്മാക്കളുടെയും വീടാണ്. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ ശരീരം ഉപേക്ഷിച്ച് വീട്ടിലേക്ക് പോകണം. അച്ഛൻ പറയുന്നു, ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനാണ്. അതിനാൽ ഈ ദേഹത്തിൽ നിന്നും ദേഹത്തിന്റെ ബന്ധങ്ങളിൽ നിന്നും ഉപരാമമാകണം. ഇതാണെങ്കിൽ വളരെ മോശമായ ലോകമാണ്. ഇതും ആത്മാവിന് അറിയാം. നമുക്കിപ്പോൾ പോകണം. അച്ഛൻ വന്നിരിക്കുകയാണ് പാവനമാക്കി മാറ്റാൻ. വീണ്ടും നമുക്ക് പാവന ലോകത്തിലേക്ക് പോകണം. ഉള്ളിൽ ഈ കാര്യങ്ങളുടെ വിചാരസാഗര മന്ഥനം നടക്കണം. ബാക്കി ആർക്കും ഇങ്ങനെയുള്ള ചിന്തകൾ ഉണ്ടാകില്ല. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. നമ്മൾ സ്വമനസ്സാലെ ഈ ശരീരം ഉപേക്ഷിച്ച് തന്റെ വീട്ടിലേക്ക് പോയി പിന്നീട് പുതിയ പവിത്ര സംബന്ധത്തിൽ പുതിയ ലോകത്തിൽ വരും. ഈ സ്മൃതി വളരെ കുറച്ചു പേർക്കേ ഉണ്ടാകുന്നുള്ളൂ. അച്ഛൻ പറയുന്നു, കുട്ടികൾക്കും വലിയവർക്കും വൃദ്ധർക്കും എല്ലാവർക്കും തിരിച്ചു പോകണം. പിന്നീട് പുതിയ ലോകത്തിലെ പാവന ബന്ധങ്ങളിൽ വരണം. ഓരോ നിമിഷവും ബുദ്ധിയിൽ വരണം, നമ്മളിപ്പോൾ വീട്ടിലേക്ക് പോകുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ്. ആരാണോ ചെയ്യുന്നത് അവരാണ് കൂടെ പോകുക. ആരാണോ ഇപ്പോൾ ഈശ്വരാർത്ഥം സേവനം ചെയ്യുന്നത് അവർ പുതിയ ലോകത്തിലെത്തുമ്പോൾ കോടാനുകോടികൾക്ക് അധികാരിയാകും. മറ്റുള്ളവർ ഈ പഴയ ലോകത്തിൽ ഇൻഡയറക്റ്റായി, അതായത് പരോക്ഷമായി ചെയ്യുന്നു. ഈശ്വരൻ ഇതിന് ഫലം നൽകും എന്ന് കരുതുന്നു. ഇപ്പോൾ അച്ഛൻ മനസ്സിലാക്കി തരുന്നു, ഭക്തിയിൽ ചെയ്യുന്നതിന്റെ ഫലം നിങ്ങൾക്ക് അല്പകാലത്തേക്ക് ക്ഷണഭംഗുരമായാണ് ലഭിക്കുന്നത്. ഇപ്പോൾ ഞാൻ വന്നിരിക്കുകയാണ്, നിങ്ങൾക്ക് വഴി പറഞ്ഞു തരികയാണ്. ഇപ്പോൾ ആരെല്ലാമാണോ നൽകുന്നത് അവർക്ക് 21 ജന്മങ്ങളിലേക്ക് അത് കോടി മടങ്ങായി ലഭിക്കും. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. നമ്മൾ വലിയ വീട്ടിൽ ചെന്ന് ജന്മമെടുക്കും. നമ്മൾ നാരായണൻ അഥവാ ലക്ഷ്മിയായി മാറും. അതിനാൽ ഇപ്പോൾ വളരെയധികം പരിശ്രമിക്കണം. നമ്മൾ ഈ പഴയ മോശമായ ലോകത്തിൽ നിന്ന് പോകുന്നതിനുള്ള തയ്യാറെടുപ്പ് നടത്തുകയാണ്. ഈ പഴയ ലോകത്തെ, പഴയ ശരീരത്തെ ഉപേക്ഷിക്കണം. അവസാന സമയത്ത് ഒന്നും തന്നെ ഓർമ്മ വരാത്ത രീതിയിലുള്ള തയ്യാറെടുപ്പുകൾ ചെയ്യണം. അഥവാ പഴയ ലോകവും മിത്രസംബന്ധികളും ഓർമ്മയിൽ വരികയാണെങ്കിൽ ഗതി എന്താകും? നിങ്ങൾ പറയാറുണ്ടല്ലോ, അന്തിമ സമയത്ത് ആരാണോ പത്നിയെ സ്മരിച്ചത്. അതിനാൽ ബാബയെ ഫോളോ ചെയ്യണം. ബാബ വൃദ്ധനായതിനാൽ
എന്തായാലും ഈ ശരീരം ഉപേക്ഷിക്കുക തന്നെ വേണം. ഇങ്ങനെയല്ല, നിങ്ങൾ എല്ലാവരും വൃദ്ധരാണ്. എല്ലാവരുടെയും വാനപ്രസ്ഥ അവസ്ഥയാണ്. എല്ലാവർക്കും തിരിച്ചു പോകണം. അതിനാലാണ് അച്ഛൻ പറയുന്നത്, ഈ പഴയ ലോകത്തിൽ നിന്ന് ബുദ്ധിയോഗത്തെ മുറിക്കൂ. ഇപ്പോൾ തന്റെ വീട്ടിലേക്ക് പോകണം. പിന്നീട് എത്ര പേർക്ക് അവിടെ തങ്ങണോ അത്രയും പേർ അവിടെ തങ്ങും. എത്ര പേർക്ക് അവസാന സമയം പാർട്ടുണ്ടോ അവർ അവസാന സമയത്ത് ശരീരം ധാരണ ചെയ്ത് പാർട്ട് അഭിനയിക്കും. ചിലർ 5000 വർഷത്തിന് 100 വർഷം കുറവുള്ളത്രയും സമയം വരെയും ശാന്തിധാമത്തിലിരിക്കും. അവസാന സമയത്ത് വരും. എങ്ങനെയാണോ കാശിയിൽ ചെന്ന് മരണം വരിക്കുന്നത്, സർവ പാപങ്ങളും ക്ഷണത്തിൽ അവസാനിക്കും. അവസാന സമയത്ത് വരുന്നവർക്ക് എന്ത് പാപമുണ്ടാകാനാണ്? വന്നു, അപ്പോൾ തന്നെ പോയി. ബാക്കി മോക്ഷം ആർക്കും ലഭിക്കില്ല. അവിടെ ഇരുന്ന് എന്ത് ചെയ്യാനാണ്? പാർട്ട് തീർച്ചയായും അഭിനയിക്കുക തന്നെ വേണം. നിങ്ങളുടെ പാർട്ട് ആരംഭത്തിൽ വരിക എന്നതാണ്. അതിനാൽ അച്ഛൻ പറയുന്നു, കുട്ടികളെ, ഈ പഴയ ലോകത്തെ മറന്നുകൊണ്ടേ പോകൂ. ഇപ്പോൾ തിരിച്ചു പോകണം. 84 ജന്മങ്ങളുടെ പാർട്ട് പൂർത്തിയായി. നിങ്ങൾ പതിതമായിരിക്കുന്നു. ഇപ്പോൾ വീണ്ടും സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി അച്ഛനെ ഓർമ്മിക്കൂ. ദേവീ ഗുണങ്ങൾ ധാരണ ചെയ്യുകയും വേണം. അച്ഛൻ മനസ്സിലാക്കി തരികയാണ്, കുട്ടികളെ, അവനവനെ പരിശോധിച്ചുകൊണ്ടിരിക്കൂ. എന്റെ ഉള്ളിൽ ഒരു ആസുരീയ അവഗുണവും ഇല്ലല്ലോ. നിങ്ങളുടേത് ദൈവീക ഗുണമായിരിക്കണം. അതിനായി ചാർട്ട് വെക്കുകയാണെങ്കിൽ പക്ക ആയി മാറും. പക്ഷെ മായ നിങ്ങളെ ചാർട്ട് വെക്കാൻ അനുവദിക്കുന്നില്ല. 2-4 ദിവസങ്ങൾ വയ്ക്കും, പിന്നീട് ഉപേക്ഷിക്കും. കാരണം ഭാഗ്യത്തിലില്ല. ഭാഗ്യത്തിലുണ്ടെങ്കിൽ വളരെ നല്ല രീതിയിൽ രജിസ്റ്റർ വയ്ക്കും. സ്കൂളിൽ തീർച്ചയായും രജിസ്റ്റർ വയ്ക്കും. ഇവിടെയും എല്ലാ സെന്ററിലും വിദ്യാർത്ഥികളുടെ ചാർട്ടും രജിസ്റ്ററും വെക്കണം. എന്നിട്ട് നോക്കണം, ഞാൻ ദിവസവും പോകുന്നുണ്ടോ, ദൈവിക ഗുണങ്ങൾ ധാരണ ചെയ്യുന്നുണ്ടോ. സഹോദരി സഹോദര ബന്ധത്തിനും മുകളിലേക്ക് പോകണം. കേവലം ആത്മീയ സഹോദരങ്ങളാണ് എന്ന ദൃഷ്ടി മാത്രമായിരിക്കണം. നമ്മൾ ആത്മാക്കളാണ്. ആരുടെയും ദൃഷ്ടി വികാരി ആകരുത്. നിങ്ങൾ ബ്രഹ്മകുമാർ കുമാരിമാരാണ്. അതിനാലാണ് സഹോദര സഹോദരി ബന്ധം വെച്ചിരിക്കുന്നത്. ഒരച്ഛന്റെ കുട്ടികളാണ്. ഈ സംഗമത്തിൽ മാത്രമാണ് സഹോദരി സഹോദര ബന്ധത്തിൽ ഇരിക്കുന്നത്. അതിനാൽ വികാരത്തിന്റെ ദൃഷ്ടി അവസാനിക്കണം. ഒരച്ഛനെ മാത്രം ഓർമ്മിക്കണം. വാണിക്കും ഉപരിയായി പോകണം. ഇങ്ങനെ അവനവനോട് തന്നെ സംസാരിക്കുന്നതാണ് സൂക്ഷ്മ പഠനം. ഇതിൽ ശബ്ദത്തിലേക്ക് വരേണ്ടതായ ആവശ്യമില്ല. ഇവിടെ കുട്ടികൾക്ക് മനസ്സിലാക്കി തരുവാൻ വേണ്ടി ശബ്ദത്തിലേക്ക് വരേണ്ടി വരുന്നു. വാണിക്ക് ഉപരി പോകുന്നതിനും മനസ്സിലാക്കി തരേണ്ടി വരുന്നു. ഇപ്പോൾ തിരിച്ചു പോകണം. അച്ഛനെ വിളിച്ചിരുന്നു, വരൂ, ഞങ്ങളെ കൂടെ കൊണ്ടുപോകൂ എന്ന്. ഞങ്ങൾ പതീതരാണ്, തിരിച്ചു പോകാൻ സാധിക്കില്ല. പതീത ലോകത്തിൽ ഇപ്പോൾ ആര് പാവനമാക്കും? സാധു സന്യാസിമാർക്കാർക്കും പാവനമാക്കാൻ സാധിക്കില്ല. അവർ സ്വയം പാവനമാകാൻ ഗംഗാസ്നാനം ചെയ്യുന്നവരാണ്. അച്ഛനെ അറിയുന്നില്ല. ആരാണോ കൽപ്പം മുമ്പ് അറിഞ്ഞത് അവരാണ് ഇപ്പോൾ പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പുരുഷാർത്ഥവും ബാബയ്ക്കല്ലാതെ മറ്റാർക്കും ചെയ്യിക്കാൻ സാധിക്കില്ല. ബാബ തന്നെയാണ് സർവശ്രേഷ്ഠം. ഇങ്ങനെയുള്ള അച്ഛനെ കല്ലിലും മുള്ളിലും ഉണ്ടെന്ന് പറയുന്നതിലൂടെ മനുഷ്യന്റെ സ്ഥിതി എന്തായി തീർന്നു? ഏണിപ്പടി ഇറങ്ങി വന്നു. സമ്പൂർണ്ണ നിർവികാരികളിൽ നിന്ന് സമ്പൂർണ്ണ വികാരികളായി തീർന്നു. ആരാണോ കൽപ്പം മുമ്പ് അംഗീകരിച്ചത്
അവരെ ഈ കാര്യങ്ങൾ ഇപ്പോഴും അംഗീകരിക്കൂ. നിങ്ങളുടെ ജോലി ആര് വന്നാലും അവർക്ക് അച്ഛന്റെ ആജ്ഞയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുക എന്നതാണ്. ഏണിപ്പടിയുടെ ചിത്രത്തിലൂടെ മനസ്സിലാക്കി കൊടുക്കൂ. എല്ലാവർക്കും ഇപ്പോൾ വാനപ്രസ്ഥ അവസ്ഥയാണ്. എല്ലാവരും ഇപ്പോൾ ശാന്തിധാമത്തിലേക്കും സുഖധാമത്തിലേക്കും പോകും. ആരാണോ ആത്മാവിനെ ബുദ്ധിയോഗത്തിന്റെ ബലത്തിലൂടെ സമ്പൂർണ്ണ പാവനമാക്കി മാറ്റിയത്, അവരാണ് സത്യയുഗത്തിലേക്ക് പോകുന്നത്. ഭാരതത്തിലെ പ്രാചീന യോഗം എന്നും മഹിമയുണ്ട്. ആത്മാവിനെപ്പോൾ സ്മൃതി ഉണരുകയാണ്. തീർച്ചയായും നമ്മൾ ആദ്യമാദ്യം വന്നിരുന്നു. ഇപ്പോൾ വീണ്ടും തിരിച്ചു പോകണം. നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട് ഓർമ്മ വരുന്നു. ആരാണോ ഈ കുലത്തിൽ വരാത്തത്, അവരിൽ നമുക്ക് ഇപ്പോൾ പവിത്രമായി മാറണമെന്ന ഓർമ്മയും ഉണരില്ല. പവിത്രമായി മാറുന്നതിനാണ് പരിശ്രമിക്കേണ്ടത്. അച്ഛൻ പറയുന്നു, സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി എന്നെ ഓർമ്മിക്കുകയാണെങ്കിൽ വികർമ്മ ജീത്തായി മാറും. ഒപ്പം സഹോദരി സഹോദരനാണ് എന്ന് മനസ്സിലാക്കുന്നതിലൂടെ ദൃഷ്ടിയും പരിവർത്തനപ്പെടും. സത്യയുഗത്തിൽ ദൃഷ്ടി ഒരിക്കലും മോശമായിരിക്കില്ല. ബാബയാണെങ്കിൽ മനസ്സിലാക്കി തന്നുകൊണ്ടേയിരിക്കുന്നു. കുട്ടികളെ, സ്വയം തന്നോട് തന്നെ ചോദിക്കൂ, നമ്മൾ സത്യയുഗി ദേവതയാണോ അതോ കലിയുഗി മനുഷ്യനാണോ? നിങ്ങൾ കുട്ടികൾ വളരെ നല്ല നല്ല ചിത്രങ്ങളും സ്ലോഗനും ഉണ്ടാക്കണം. ആദ്യത്തെ ആൾ ചോദിക്കണം, സത്യയുഗിയാണോ അതോ കലിയുഗിയാണോ? രണ്ടാമത്തെ ആൾ പിന്നീട് മറ്റൊരു ചോദ്യം ചോദിക്കണം. ഇങ്ങനെ ഇളക്കി മറിക്കണം. അച്ഛൻ ശ്രീമതം നൽകുന്നുണ്ട് പതീതരെ പാവനമാക്കാൻ. ബാക്കി ജോലി കാര്യങ്ങളിൽ നിന്ന് നമ്മൾ എന്താണ് നേടിയത്? അച്ഛനെ വിളിക്കുന്നത് തന്നെ വന്ന മനുഷ്യനിൽ നിന്ന് ദേവതയാകുന്നതിനുള്ള വഴി പറഞ്ഞു തരൂ എന്ന് പറഞ്ഞാണ്. അതിനാൽ ഞാൻ വന്നു, അത് പറഞ്ഞു തരികയാണ്. എത്ര സഹജമായ കാര്യമാണ്. സൂചനയും വളരെ സഹജമാണ്. മന്മന ഭവ. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി അച്ഛനെ ഓർമ്മിക്കൂ. അർത്ഥം മനസ്സിലാക്കാത്ത കാരണത്താൽ ഗംഗയെ പതിത പാവനി എന്ന് കരുതുന്നു. പതിത പാവനൻ അച്ഛനാണ്. ഇപ്പോൾ എല്ലാവരുടെയും കണക്കെടുപ്പിന്റെ സമയമാണ്. കണക്ക് വഴക്കുകൾ തീർപ്പാക്കി തിരികെ കൊണ്ടുപോകുന്നു. അച്ഛൻ മനസ്സിലാക്കി തരുമ്പോൾ മനസ്സിലാക്കുന്നുണ്ട്, പക്ഷെ ഭാഗ്യത്തിൽ ഇല്ലാത്തതിനാൽ താഴെ വീണു പോകുന്നു. അച്ഛൻ പറയുന്നു, സഹോദരി സഹോദരനാണ് എന്ന് മനസ്സിലാക്കൂ. ഒരിക്കലും മോശമായ ദൃഷ്ടി ഉണ്ടാകരുത്. ചിലരിൽ കാമത്തിന്റെ ഭൂതം, ചിലരിൽ ലോഭത്തിന്റെ ഭൂതം വരുന്നു. എപ്പോഴെങ്കിലും നല്ല ഭക്ഷണ സാധനങ്ങൾ കാണുമ്പോൾ ആസക്തി ഉണ്ടാകുന്നു. കടലക്കാരനെ കാണുമ്പോൾ കഴിക്കാൻ തോന്നുന്നു. പിന്നീട് കഴിച്ചാൽ അശുദ്ധമായത് കാരണം അതിന്റെ പ്രഭാവം പെട്ടെന്ന് ഉണ്ടാകുന്നു. ബുദ്ധി ഭ്രഷ്ടമാകുന്നു. മമ്മയും ബാബയും ഏതെല്ലാം വിശിഷ്ട സന്താനങ്ങൾക്കാണോ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് അവരെ ഫോളോ ചെയ്യണം. യജ്ഞത്തിൽ നിന്ന് എന്ത് ലഭിക്കുന്നുവോ അത് മധുരമാണ് എന്ന് മനസ്സിലാക്കി കഴിക്കണം. നാവിന് ആസക്തി പാടില്ല. യോഗവും വേണം. യോഗമില്ലെങ്കിൽ ഇന്ന സാധനം കഴിക്കണം, അല്ലെങ്കിൽ അസുഖം വരും എന്നെല്ലാം തോന്നാൻ തുടങ്ങും. ബുദ്ധിയിലുണ്ടായിരിക്കണം, നമ്മൾ വന്നിരിക്കുന്നത് ദേവതയാകാനാണ്. ഇപ്പോൾ നമുക്ക് തിരിച്ചു വീട്ടിലേക്ക് പോകണം. പിന്നീട് കുട്ടിയായി മാറി അമ്മയുടെ ഗർഭത്തിലേക്ക് വരും. അമ്മ എന്താണോ കഴിക്കുകയും കുടിക്കുകയും ചെയ്യുന്നത് അതിന്റെ പ്രഭാവം കുട്ടിയിലും ഉണ്ടാകും. സത്യയുഗത്തിൽ പിന്നെ ഇങ്ങനെയുള്ള ഒരു കാര്യവും ഉണ്ടാകില്ല. അവിടെയെല്ലാം ഫസ്റ്റ് ക്ലാസ് ആയിരിക്കും. നമുക്ക് വേണ്ടി മാതാവ് കഴിക്കുന്നതും ഫസ്റ്റ് ക്ലാസ് ആയിരിക്കും. അത് നമ്മുടെ വയറ്റിലേക്ക് വരും. അവിടെ എല്ലാം തന്നെ ഫസ്റ്റ് ക്ലാസ് ആയിരിക്കും. ജന്മമെടുക്കുമ്പോൾ തന്നെ ശുദ്ധമായ ഭക്ഷണമായിരിക്കും ലഭിക്കുന്നത്.
അതിനാൽ ഇങ്ങനെയുള്ള സ്വർഗത്തിലേക്ക് പോകുന്നതിനുള്ള തയ്യാറെടുപ്പ് നടത്തണം. അച്ഛനെ ഓർമ്മിക്കണം. അച്ഛൻ വന്ന് നമുക്ക് പുനർജന്മം നൽകുകയാണ്. ലോകരാണെങ്കിൽ കുരങ്ങിന്റെ ഗ്രന്ഥികൾ മനുഷ്യനിൽ ഘടിപ്പിക്കുന്നു. ഞങ്ങളും ചെറുപ്പക്കാരാകും എന്ന് കരുതുന്നു. ഹൃദയം മാറ്റിവെക്കുന്നത് പോലെ. ബാബ ഹൃദയമൊന്നും മാറ്റിവെക്കുന്നില്ല. അച്ഛൻ വന്ന് നമ്മുടെ ഹൃദയത്തെ പരിവർത്തനപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ബാക്കി മറ്റെല്ലാം സയൻസാണ്. ബോംബുകൾ ഉണ്ടാക്കുന്നു. ഇത് ലോകത്തെ മുഴുവൻ നശിപ്പിക്കുന്ന വസ്തുവാണ്. തമോ പ്രധാന ബുദ്ധിയല്ലേ. ഇതാണ് ഡ്രാമയിലെ ഭാവി എന്ന് മനസ്സിലാക്കി അവർ സന്തോഷിക്കുന്നു. ബോംബുകൾ തീർച്ചയായും ഉണ്ടാക്കുക തന്നെ വേണം. ശാസ്ത്രങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട്, വയറ്റിൽ നിന്ന് ഉലക്ക പുറത്തു വന്നു, പിന്നീട് ഇങ്ങനെയെല്ലാം സംഭവിച്ചു എന്ന്. ഇപ്പോൾ ബാബ മനസ്സിലാക്കി തന്നു, ഇതെല്ലാം ഭക്തി മാർഗത്തിലെ കാര്യങ്ങളാണ്. രാജയോഗം പഠിപ്പിച്ചത് ഞാൻ തന്നെയാണ്. ഇതെല്ലാം തന്നെ ഭക്തി മാർഗത്തിലെ ഒരു കഥയാണ്. അത് കേട്ട് കേട്ട് നമ്മുടെ അവസ്ഥ ഇങ്ങനെയായി. ഇപ്പോൾ അച്ഛൻ സത്യനാരായണന്റെ കഥ, ത്രിനേത്രത്തിന്റെ കഥ, അമരനാഥന്റെ കഥ കേൾപ്പിക്കുകയാണ്. ഈ പഠിപ്പിലൂടെയാണ് നിങ്ങൾ ഈ പദവി നേടുന്നത്. കാണിക്കുന്നത് സ്വദർശന ചക്രത്താൽ എല്ലാവരെയും കൃഷ്ണൻ വധിച്ചു എന്നാണ്. പക്ഷെ കൃഷ്ണൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഞാൻ കേവലം രാജയോഗം പഠിപ്പിച്ച് പാവനമാക്കി മാറ്റുകയാണ്. ഞാൻ നിങ്ങളെ സ്വദർശന ചക്രധാരിയാക്കി മാറ്റുകയാണ്. പിന്നീട് അവർ കൃഷ്ണന്റെ കയ്യിൽ ചക്രം മുതലായവ കാണിച്ചിരിക്കുന്നു. സ്വദർശന ചക്രം എങ്ങനെ കറക്കും? ഇന്ദ്രജാലത്തിന്റെ കാര്യമൊന്നുമില്ലല്ലോ. ഇതെല്ലാം ആക്ഷേപമല്ലേ? അതും പകുതി കൽപ്പം നടന്നുകൊണ്ടിരിക്കും. എത്ര അത്ഭുതകരമായ ഡ്രാമയാണ്. ഇപ്പോൾ ചെറുപ്പക്കാർ, മുതിർന്നവർ എല്ലാവരുടെയും വാനപ്രസ്ഥ അവസ്ഥയാണ്. ഇപ്പോൾ നമുക്ക് പോകണം. അതിനാൽ അച്ഛനെ ഓർമ്മിക്കണം. മറ്റൊരു കാര്യവും ഓർമ്മ വരരുത്. ഇങ്ങനെയുള്ള അവസ്ഥയുണ്ടാകണം. അപ്പോൾ ഉയർന്ന പദവി നേടാൻ കഴിയും. തന്റെ ഹൃദയത്തോട് ചോദിക്കണം, എന്റെ രജിസ്റ്റർ എത്രത്തോളം ശരിയാണ്? രജിസ്റ്ററിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും ദിവസവും പഠിക്കുന്നുണ്ടോ അതോ ഇല്ലയോ എന്ന്. ചിലർ നുണ പറയുന്നുമുണ്ട്. അച്ഛൻ പറയുന്നു, സത്യം പറയൂ. പറയുന്നില്ലെങ്കിൽ മോശമാകുന്നത് നിങ്ങളുടെ രജിസ്റ്റർ തന്നെയാണ്. ഭഗവാനോട് പവിത്രമാകാമെന്ന് പ്രതിജ്ഞ ചെയ്തിട്ട് അത് തെറ്റിച്ചാൽ നിങ്ങളുടെ അവസ്ഥ എന്താകും? വികാരത്തിൽ വീണാൽ കളി കഴിഞ്ഞു. നമ്പർ 1 ശത്രു ദേഹാഭിമാനമാണ്. പിന്നീട് കാമവും ക്രോധവും. ദേഹാഭിമാനത്തിൽ വരുന്നതിനാലാണ് മനോവൃത്തി മോശമാകുന്നത്. അതിനാൽ ബാബ പറയുകയാണ്, ദേഹി അഭിമാനി ഭവ. അർജുനനും ബ്രഹ്മാവ് തന്നെയല്ലേ? കൃഷ്ണന്റെ ആത്മാവും ഇവർ തന്നെ ആയിരുന്നു. വാസ്തവത്തിൽ അർജുനൻ എന്ന പേരൊന്നുമില്ല. ആരിലാണോ ബാബ പ്രവേശിക്കുന്നത് അവരുടെ പേര് മാറിക്കൊണ്ടിരിക്കും. മനുഷ്യർ പറയും, ഈ വൃക്ഷം മുതലായവ നിങ്ങളുടെ കൽപ്പനയാണെന്ന്. മനുഷ്യരുടെ കൽപ്പന നിങ്ങളിപ്പോൾ കാണുന്നുണ്ട്. നിങ്ങൾ കുട്ടികൾക്ക് വളരെയധികം സന്തോഷം ഉണ്ടായിരിക്കണം. ഇപ്പോൾ നമ്മൾ പോയി സ്വർഗത്തിലെ ചെറിയ കുട്ടിയാകും. പിന്നീട് പേര്, രൂപം, കാലം, ദേശം എല്ലാം പുതിയതായിരിക്കും. ഇത് പരിധിയില്ലാത്ത നാടകമാണ്. ഉണ്ടായതും ഉണ്ടാക്കപ്പെട്ടതും ഉണ്ടായിക്കൊണ്ടിരിക്കുകയുമാണ്. സംഭവിക്കേണ്ടത് തന്നെയാണ് സംഭവിക്കുന്നത്. പിന്നീട് നമ്മൾ എന്തിനാണ് ചിന്തിക്കുന്നത്? ഡ്രാമയുടെ രഹസ്യം ഇപ്പോൾ നിങ്ങൾ കുട്ടികളുടെ ബുദ്ധിയിലുണ്ട്. ഇതെല്ലാം നിങ്ങൾ ബ്രാഹ്മണർക്കല്ലാതെ മറ്റാർക്കും അറിയില്ല. ലോകത്തിൽ ഈ സമയത്ത് എല്ലാവരും പൂജാരികളാണ്. എവിടെയാണോ പൂജാരികളുള്ളത് അവിടെ
പൂജ്യനായി ഒരാൾ പോലും ഉണ്ടാകില്ല. സത്യത്രേതായുഗങ്ങളിലാണ് പൂജനീയർ ഉണ്ടാവുക. കലിയുഗത്തിൽ പൂജാരികളാണ്. പിന്നീട് ഇവിടെയുള്ളവരെ സ്വയം പൂജ്യനാണെന്ന് എങ്ങനെ പറയാൻ സാധിക്കും? പൂജ്യനായിട്ടുള്ളത് ദേവീ ദേവതകളാണ്. മനുഷ്യർ പൂജാരികളാണ്. മുഖ്യ കാര്യം അച്ഛൻ മനസ്സിലാക്കി തരികയാണ്. പാവനമായി മാറണമെങ്കിൽ എന്നെ മാത്രം ഓർമ്മിക്കൂ. ഡ്രാമ അനുസരിച്ച് ആര് എത്ര പുരുഷാർത്ഥം ചെയ്തുവോ അത്രേ ചെയ്യുകയുള്ളൂ. ശരി, വളരെ കാലത്തെ വേർപാടിനു ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ ഓമന സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും പുലർക്കാല വന്ദനവും. ആത്മീയ പിതാവിന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. തന്റെ പഠിപ്പിന്റെ രജിസ്റ്റർ വെക്കണം. എനിക്ക് ഭായി ഭായി എന്ന ദൃഷ്ടി എത്രത്തോളമുണ്ട്? എന്റെ സ്വഭാവം ദൈവികമായി മാറിയോ എന്നത് തന്റെ ചാർട്ടിൽ പരിശോധിക്കണം. 2. തന്റെ നാക്കിനുമേൽ വളരെയധികം നിയന്ത്രണം വേണം. ബുദ്ധിയിലുണ്ടായിരിക്കണം നമ്മൾ ദേവതയായി മാറുകയാണ്. അതിനാൽ കഴിക്കുന്നതിലും കുടിക്കുന്നതിലും വളരെ ശ്രദ്ധ വേണം. നാവിന്റെ ആസക്തിയുടെ പിന്നാലെ പോകരുത്. മാതാപിതാവിനെ ഫോളോ ചെയ്യണം. വരദാനം: വിവേചന ശക്തിയിലൂടെ ബാബയെ തിരിച്ചറിഞ്ഞ് അധികാരിയായി മാറുന്ന വിശേഷാത്മാവായി ഭവിക്കട്ടെ. ബാബ്ദാദ ഓരോ കുട്ടികളുടെയും വിശേഷത നോക്കുകയാണ്. സമ്പൂർണരായി മാറിയിട്ടില്ല, പുരുഷാർത്ഥികളാണ്. എങ്കിലും ഒരു കുട്ടി പോലും ഇല്ല ഒരു വിശേഷതയും ഇല്ലാത്തവരായിട്ട്. ഏറ്റവും ആദ്യത്തെ വിശേഷതയാണ് കോടിയിൽ ചിലരുടെ ലിസ്റ്റിൽ വന്നു എന്നത്. ബാബയെ തിരിച്ചറിഞ്ഞ് എന്റെ ബാബ എന്ന് പറഞ്ഞ് അധികാരിയാകുക, ഇതും ബുദ്ധിയുടെ വിശേഷതയാണ്, വിവേചന ശക്തിയാണ്. ഈ ശ്രേഷ്ഠ ശക്തി തന്നെയാണ് വിശേഷാത്മാവാക്കി മാറ്റിയത്. സ്ലോഗൻ: ശ്രേഷ്ഠ ഭാഗ്യത്തിന്റെ രേഖ വരയ്ക്കുന്നതിനുള്ള പേനയാണ് ശ്രേഷ്ഠ കർമ്മം. അതിനാൽ എത്ര കഴിയുമോ അത്രയും ഭാഗ്യം ഉണ്ടാക്കൂ. ഓം ശാന്തി.